നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടൻ, പ്രചോദേട്ടൻ. നിങ്ങളും ഒരു നല്ല ഗൈഡ് നിങ്ങൾക്ക് കൊടുക്കാം. ഒരിക്കൽ കൂടെ സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമുക്ക് തുടങ്ങാം അല്ലേ? ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ടീം മഹപ്പ് വന്ന് പെർഫോം ചെയ്യാൻ വരുന്നുണ്ട്. മനു കുമ്പാരി, അഭിജിത്ത്, പ്രസാദ്. അവര് വിളിക്കട്ടെ. ഞാനിതെങ്ങനെ സഹിക്കും? ഞാൻ എടുത്തില്ലല്ലോ. എന്താ പറഞ്ഞത്? 4 കാറ് 2 വീട് എന്ന് പറഞ്ഞിട്ട് എന്നെ കല്യാണം കഴിച്ച കള്ളൻ. 4 കാറെന്ന് കണ്ടവന്റെ പറമ്പിലാണ് പോയി വിളിക്കിരിക്കുന്നത്. നോക്കിക്കോ, ഞാൻ ഇന്നിവിടെ കൊണ്ട് എന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. നീ നോക്കിക്കോ, നീ കാരണമാണ് ഞാൻ ഈ ആത്മഹത്യ ചെയ്യുന്നത്. ഈ സദ്യക്കകത്ത് വിഷം ഒഴിച്ച് കഴിച്ച് മരിക്കാൻ പോവാ. നോക്കിക്കോ. വിഷം ഒഴിക്കുന്നത് മോശം ഒരു തെറ്റാണോ? അയ്യോ, അമ്മൂമ്മ പറഞ്ഞ ആചാരങ്ങളൊക്കെ മറന്നുപോയല്ലോ. അത്താഴ പ്രശ്നക്കാരുണ്ടോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഞാൻ ഉണ്ടെന്നല്ല പറഞ്ഞത്. അത്താഴ പക്ഷിക്കാരൻ അവൻ ഞാനാന്ന് പറയുമായിരുന്നു. നീ എന്തിനാണ് എന്റെ സോഫയുടെ ബാക്കി വന്നിരുന്നത്? ചാപ്പാട് അടിക്കുന്നവന് സോഫയെന്നുണ്ടോ കട്ടിലെന്നുണ്ടോ പെങ്ങളെ? ഞാൻ ഇപ്പൊ പറഞ്ഞ അത്താഴ പക്ഷിക്കാരൻ. കള്ളന്മാരെ കൂളിംഗ് ക്ലാസ്. സത്യം പറഞ്ഞ എന്തിനിവിടെ വന്നു? സ്റ്റീഫൻ ദേവസ്യയുടെ ഗാനമേള ഇവിടെ ഉണ്ടെന്നാണ് കേൾക്കാൻ വന്നത്. പെണ്ണുമ്പിള്ളെ മോഷ്ടിക്കാൻ വന്നവനല്ലേ ഞാൻ? മോഷ്ടിക്കാൻ എന്റെ വീട്ടിൽ അത് ഈ സമയത്ത് നോക്കിക്കോ. ഞാനിപ്പോ നാട്ടുകാരെ വിളിച്ചു. വിളിക്കല്ലേ? ഏതായാലും നിങ്ങൾ ചോറിൽ വിഷം കഴിച്ച് മരിക്കാൻ പോകുന്നു. നിങ്ങൾ മരിച്ചതിന് ശേഷം മാത്രം ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷിച്ചുകൊണ്ട് പൊക്കോളാം. ആളെ വിളി. നാട്ടുകാരെല്ലാം കൂടുമ്പോ ഞാൻ പറയും നീയാണ് എന്നെ വിളിച്ചു വരുത്തിയത്, ഞാൻ എന്റെ കള്ളക്കാമുകനാണെന്ന് പറയും. നീ വിളിക്കണ്ട, ഞാൻ വിളിക്കാം. വേണ്ട. നീ ആവാനേ തിരിഞ്ഞ് ഇനി എന്നെ കൂടെ കൊല്ലാൻ നോക്കണാടി. പെങ്ങൾ എന്തുകൊണ്ട് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു? അത് ഞാൻ എന്തിനാ കണ്ടോണ്ട് എടുത്ത് പറയേണ്ട കാര്യം? സുന്ദരിക്കുട്ടി എന്തിന് ആത്മഹത്യക്ക് ശ്രമിച്ചു? പറയട്ടെ. ആര് അല്ല, ആത്മഹത്യക്കുള്ള കാര്യം എന്താന്ന് പറയട്ടെ. പറ. ഇന്നലെ ഇരുന്നിരുന്ന് എന്റെ കല്യാണമായിരുന്നു. ബാക്കി കല്യാണം തലവുത്തരം എന്നല്ലേ കല്യാണം കഴിക്കണത്? അതല്ലെന്ന്. ഇന്നലെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് നേരെ ഞങ്ങളെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് അയാൾ എന്നെ ചതിച്ച്. അതങ്ങനെയൊന്നുമല്ല, പോകപ്പോ ശരിയായിക്കോളും. അതല്ലെന്ന്. അയാളും ഞാൻ വന്ന് ഞങ്ങൾ കിടന്നു. രാത്രി 11 മണിയായപ്പം എന്റെ കയ്യിലൊന്ന് തടുന്ന പോലെ എനിക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞ് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റ് നോക്കിയപ്പം എന്റെ കഴുത്തിലെയും കാലിലെയും മാലയും കമ്മലും എല്ലാം കൂടെ ഊരിക്കട്ട് അവൻ പോയി. കള്ളനായിരുന്നവൻ. ഞാനറിയാതെ ഈ നാട്ടിൽ ഏത് കള്ളൻ? അവന്റെ ഫോട്ടോ എന്തായാലും ഉണ്ടാ നോക്കട്ടെ. ഫോട്ടോ ഉണ്ട്. ഇത് പൂട്ടിലായി. ഇവൻ കള്ളനല്ലേ? എന്റെ കൊണ്ടുങ്ങളെ ഞാൻ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തി സാധനങ്ങൾ എന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. ഇവൻ അത് എന്റെ വീട്ടിൽ നടിച്ചോണ്ട് പോകലാണ് ഇവന്റെ പണി. എന്റെ പൂട്ട് രാജ, നീ എന്നെ പൂട്ടി നോക്കിക്കോ. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. ഞാൻ ഇന്നലെ വിഷം മേടിക്കാൻ വേണ്ടി കടയിലോട്ട് ചെന്നപ്പോഴേ ഇത്രയും 100 ഗ്രാമിന്റെ ഫിരുഡാനെ 500 രൂപ വേണമെന്ന് കൊടുക്കണം. ചോദിച്ചോ പറയാം 150 രൂപ GST ആന്ന്. ഇതിന്റെ എല്ലാ ആവശ്യമല്ല ഉണ്ടായിരുന്നു. ഈ പച്ചക്കറി കറികളെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നല്ലേ, ഇതൊന്നും കഴിവാതെ അങ്ങടുത്ത് വിഴിഞ്ഞാൽ മതി. താരങ്ങ് മരിച്ചോളും. എന്തായാലും ഞാൻ മരിക്കും. ഫോൺ വരുന്നു. അയ്യോ, അത് എടുക്കത്തില്ല. എന്ത്? അത് ഫോൺ വരുന്ന ചേച്ചി എടുക്ക്. ബോസാ അത്. ഞാൻ എടുക്കത്തില്ല. ബോസ് അങ്ങനെ ഭയങ്കര കോഴിയാണ്. എടുക്ക് ചേച്ചി. ഒരു മിനിറ്റ്. ഹലോ. ആരാ സന്ധ്യ? അതെ ബോസേ, അത് എന്റെ ഹസ്സാണ്. ഹസ്. സന്ധ്യ, അപ്പൊ എന്തായാലും എനിക്ക് നിങ്ങളുടെ കല്യാണത്തിന് ഇന്നലെ വരാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നതാണ്. അയ്യോ സാറേ, ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ, വേറെ സ്ഥലത്ത് വരെ പോയിരിക്കുക. അയ്യോ, ഞാൻ വരാത്തതിന്റെ ദേഷ്യത്തിനാണ് അങ്ങനെ പറയുന്നത്. അറിയാം, ഞാൻ ഇവിടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. വീട്ടിൽ ലൈറ്റ് ഉണ്ട്, നിങ്ങൾ അവിടെ ഉണ്ട്. എനിക്കറിയാം, ഞാൻ വരുന്നു. അയ്യോ ഞാൻ ഇതുവഴി അങ്ങ് പൊക്കോളാം. അയ്യോ പോകരുത്.
പോവരുത്. ഞാൻ പറഞ്ഞു ഒന്നാമത് പുള്ളി കോഴിയാന്ന് പറഞ്ഞു. ഇനി ഇവിടെ നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാല് കോഴിത്തരം മൊത്തം എന്റെ അടുത്ത് കാണിക്കും. എന്നാൽ അങ്ങനെ വന്ന് ഞാൻ കള്ളനെന്ന് പറഞ്ഞ് എന്നെ പൂട്ടൂലേ? കള്ളനൊന്നും പറയണ്ട. ഒരു കാര്യം ചെയ്യും, കുറച്ച് നേരത്തേക്ക് ഇവിടെ നിൽക്കാം. ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോകാൻ പോണു. അയ്യോ ആൺതുണ ഇല്ലെങ്കിൽ പിന്നെ അത് മൊത്തം പൊളിയോ. ഞാൻ പോകും അവിടെ നിന്ന്. ഒരു കാര്യം ചെയ്യും, കുറച്ച് നേരത്തേക്ക് എന്റെ ഹസ്സാന്ന് ഞാനങ്ങ് പറയാം. എനിക്ക് വേറെ പെണ്ണും പിള്ളേക്കെ ഉണ്ട്, ഞാൻ പോവാന്ന് ഇവിടെ നിന്ന്. നല്ല കുഴപ്പമില്ല, ഹസ്സാന്ന് പറഞ്ഞു നിർത്തും. അതല്ല വേറെ നിവൃത്തിയില്ല. എനിക്ക് എന്ത് തരും? ഞാൻ മരിക്കുമല്ലോ അത് കഴിഞ്ഞാൽ. അത് കഴിയുമ്പോൾ എല്ലായിടത്തോട്ട് പോവാം. സത്യം. എന്നാ പിന്നെ അച്ഛനാണെന്ന് പറയാം. അയ്യോ അച്ഛൻ പറയാൻ പറ്റത്തില്ല. കാര്യം അറിയോ, അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് ഞാൻ 3 ലക്ഷം രൂപ പുള്ളി പറ്റിച്ചായിരുന്നു. കൊച്ചിനാണെന്ന് പറയാം. 2 ലക്ഷം. മാമനാണെന്ന് പറയാം. 1 ലക്ഷം. മാമന്റെ മോനാണെന്ന് പറയാം. കുടുംബത്തിലെ മൊത്തത്തിനെയും കൂടി ഞാൻ കൊന്നിട്ടാ 8 ലക്ഷം രൂപ അയാൾ പറ്റിച്ചത്. നിനക്ക് അങ്ങനെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? അയ്യോ അയാളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പൊ കെട്ടിയ പ്രഫുൽചന്ദ്രനില്ലേ, പുള്ളിക്ക് വിഷമാവും. ആ പുള്ളിക്കാരാരെന്ന് പറഞ്ഞത്? കോഴി. ആ ബോസ് അല്ല കോഴി, നീയാണ് കോഴി. സന്ധ്യ സന്ധ്യ സാറേ ബോസേ, സോറി സോറി സോറി, ഇന്നലെ എനിക്ക് വരാനായിട്ട് പറ്റിയില്ല, സോറി. ഞാൻ അവിടെ മൊത്തം പരിധി സാറിനെ കാണാനേ പറ്റിയില്ല. ഭയങ്കര വിഷമായി എനിക്ക്. ഏച്ചിട്ടും അങ്ങ് ഒലിപ്പിച്ചോണ്ടിരിക്കുവാണല്ലേ? സോറി, ഇത് ഭർത്താവിന്റെ അച്ഛനാണല്ലേ? അയ്യോ അല്ല, പിന്നെ ഇതാണ് ഹസ്. ഓ ഹസ്. ഹലോ, I am Pavan Kumar. Glad to meet you. Thank you. What is your name? ഉണ്ണി മുകുന്ദൻ. ഉണ്ണിമുന്തൻ. ഉണ്ണിമൂന്തൻ. ഓക്കെ മിസ്റ്റർ ഉണ്ണിമൂന്തൻ, സത്യം പറയല്ലോ ഇന്നലെ നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. കാരണം ഞാൻ കുംഭകോണത്തായിരുന്നു. കുംഭകോണം. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു തമിഴ് ലേഡിയുമായിട്ട് എനിക്ക് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 10,000 പറഞ്ഞ് 8,000 അങ്ങ് ഒതുക്കി. ആ 8,000 രൂപ കോടിയുടെ ബിസിനസ് ആണ് അവിടെ നടന്നു. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫിലോഡൽഫിയയിലേക്ക് പോയി നേരെ ഇങ്ങോട്ട് വന്നു. അല്ല, എന്ത് ചെയ്യുന്നു ഉണ്ണിമൂന്തൻ? മോക്ഷ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അതിന്റെ മാനേജറാണ്. ഓ മാനേജർ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ? വേറെ ഒന്നുമില്ല, അവിടെ നിന്ന് അവിടെ കൊടുക്കും. അതായത് പിന്നെ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്. ഓ ഇന്ന് ഡ്യൂട്ടി ഇല്ല, ഓൺ ഡ്യൂട്ടിയിലാണ്. ഓഹോ, ഇവിടെ എവിടേക്ക് വെച്ചാണ് ഈ വർക്ക് നടക്കുന്നത്? ഇവിടെ ഒരു വില്ലയിൽ നിന്നും മറ്റൊരു വില്ലയിലോട്ട് മാറുന്നു. അല്ലല്ല, ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക്. ഓക്കെ. എറണാകുളം ജില്ലയിൽ വരാറുണ്ടോ? മഴയുള്ളപ്പോ മാത്രം. എറണാകുളം ജില്ലയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വരണം. ഞാൻ അവിടെ ഫിലോഡൽഫിയയിലേക്ക് പോകുന്ന സമയത്ത് എന്റെ വില്ല അവിടെ പൂട്ടിക്കിടക്കുവാണ്. നിങ്ങൾക്ക് അവിടെ വന്ന് താമസിക്കാം. താണ്ടെ വിളിച്ചു വരുത്തുന്നു. ഒരു കള്ളന്മാർക്കും എന്റെ വീടിന്റെ പൂട്ട് തകർക്കാൻ പറ്റത്തില്ല. തകർക്കും. ആണല്ലേ? പക്ഷെ വേറെ കാര്യം, ഈ കള്ളന്മാർ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് ഞാൻ എന്റെ വീടിന്റെ താക്കോല് വെക്കുന്നത്. അതെവിടെ സാറേ? അറിയില്ലേ സാറേ? എന്താ പറഞ്ഞാല് പറഞ്ഞു കൊടുക്കട്ടെ. താമസിക്കണ്ടേ? ഒരു കള്ളനും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്റെ ഒരു പഴയ ഷൂ കിടപ്പുണ്ട്, അതിന്റെ അകത്താണ് ഞാൻ ഈ താക്കോല് വെക്കുന്നത്. ആരും ഒളിപ്പിക്കാത്ത ഒരു സ്ഥലം. പിന്നെ കാറുണ്ടോ? നമ്മൾ ഈ സൈക്കിളും ലോറിയുടെ പുറത്തൊക്കെ അല്ലേ യാത്ര. BMW കാറ്. എറണാകുളത്ത് വരുമ്പോ എന്റെ BMW കാർ എടുത്ത് ഓടിക്കണം. അതിന്റെ താക്കോല് ഞാൻ ഇവിടെ വെക്കുന്നത് അറിയാവോ? ആ ഷൂസിന്റെ അകത്തല്ലേ? നോ, ഒരു സ്ഥലത്ത് ഞാൻ ഒരു സാധനം വെച്ച പിന്നെ അത് അവിടെ വെക്കാൻ പറ്റില്ല. വേറെ സ്ഥലത്താണ് വെക്കുന്നത്. എവിടെ സാറേ? നമ്മളെല്ലാരും കാലിട്ട് തിരുമുന്ന മറ്റേ ചവിട്ടിയുണ്ടല്ലോ, ചവിട്ടിയുടെ അടിയിലാണ് ഞാനത് വെക്കുന്നത്. ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം. അതെ. ശരി, കാര്യം ചെയ്യും, എന്തെങ്കിലും പോയി വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വാ. സാറ് ഇവിടെ നിൽക്കുമല്ലേ ഇപ്പൊ? അല്ലേ സാറേ? അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ സാറേ ഇത് ഫിലോഡൽഫിയയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് മോതിരം. എന്റെ പൊന്ന് സാറേ, ആലമരക്കകത്ത് എവിടെയെങ്കിലും കൊണ്ടുവെക്കാൻ നോക്ക്. നോ, കള്ളന്മാരെ ശല്യമാണ്. ഇത് ഞാൻ കയ്യിലാണ് ഇട്ട് തരുന്നത്. അലമാര വെക്ക് സാറേ. വേണ്ട, ഇത് ഞാൻ കയ്യിലിട്ട് തരും. വേണ്ടായിരുന്നു സാറേ. സന്ധ്യക്കല്ല, സന്ധ്യയുടെ ഹസ്ബൻഡിനാണ് ഞാൻ. നിങ്ങൾക്കാണ് തരുന്നത്. പിന്നല്ലാതെ. നോ, ഇത് താങ്കൾക്കുള്ള മോതിരമാണ്. മാറു സന്ധ്യ. ഡയമണ്ട് ഇട്ട കൈ ചൊറിയും. കാണിക്കൂ. ഞാൻ കെട്ടിട്ട പെണ്ണിനെയാണ് താങ്കൾ കെട്ടിയത്. എന്നാ ഒരു കാര്യം, നീ ഒരു സ്ത്രീയാണോ? ഒരു അതിഥി വന്നാൽ പിടിച്ചിരുത്തണ്ടേ? അദ്ദേഹത്തിന് ആഹാരം വല്ലതും കൊടുക്കണ്ടേ? ഞാൻ അങ്ങ് ദൂരെ പോയി എന്തെങ്കിലും മേടിച്ചിട്ട് വരാം. സാറിന് വിശക്കുന്നു. സാറിന് വിശന്നോട്ടെ, കുഴപ്പമില്ല. ഒന്നാമത് ബോധം പൊക്കണമില്ലാത്ത ആളാ സാറേ. പോകുന്ന വഴിക്കിട്ടങ്ങനെ കൊണ്ടേ വല്ലത് കളഞ്ഞാല് ഒരു കളച്ച് ഊരി വെച്ച് അകത്ത് വെച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ സാറിന് എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ നമുക്ക് ഇപ്പൊ പോവാൻ. എന്തായാലും ഞാൻ വരുന്ന അറിഞ്ഞ സന്ധ്യ എനിക്ക് വേണ്ടി സദ്യ ഒരുക്കി വെച്ചിരിക്കുകയല്ലേ? അയ്യോ, ഇത് ഞാൻ കഴിച്ചു. അയ്യോ വേണ്ട.
സദ്യ കഴിക്കാൻ പറ്റത്തില്ല. അതെന്ത്? സദ്യ ഞാൻ കഴിപ്പിക്കത്തില്ല. സാർ അങ്ങോട്ട് കഴിക്കുന്നേ. അയ്യോ വേണ്ടെന്ന്. സത്യ സാർ കഴിക്കരുത്. ഞാൻ സദ്യ കഴിച്ചോളാം. സദ്യ എന്താണ് ഇപ്പൊ കുഴപ്പം? വേണ്ട സാറേ, അത് ശരിയാവത്തില്ല. നിങ്ങൾ എന്തോ ശ്രീ സാർ അങ്ങോട്ട് ഉരുട്ടി അടിച്ചാണ്. വേണ്ട. സന്ധ്യ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സദ്യ കഴിക്കുന്നു, ഞാൻ അങ്ങ് പോകുന്നു. അങ്ങ് പോകുന്നു. കഴിക്കണം സാറേ. അതും പറന്നാണ് പോകുന്നത്. പറന്നേ പോവുള്ളൂ. ഞാൻ സമ്മതിക്കത്തില്ല, സാറിനെ കൊണ്ട് കഴിക്കാൻ സമ്മതിക്കത്തില്ല. എന്നൊരു കാര്യം ചെയ്യാം, പിക്കിള് കഴിക്കാം. അയ്യോ പിക്കിളി തുടരുത്. ഇതാണ് പ്രശ്നം. ഉച്ചക്ക് ഓഫീസിൽ ഊണ് കഴിക്കായിരുന്നാലും സദ്യ പിക്കിളി തൊടാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഊണും വെച്ചോണ്ട് പിക്കിളി നോക്കി ഞാനൊരു ഇരിപ്പങ്ങിരിക്കും. എന്തോ കഷ്ടമാണെന്നറിയാമോ? എന്തോ സന്ധ്യ. എന്റെ സദ്യ ഞാനിതൊന്ന് കഴിച്ചോട്ടെ. ശരി 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 ശരി, ഞാൻ കഴിക്കുന്നില്ല. ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ഒരു പിടി നിങ്ങൾക്ക് തരാം. അവിടെ കൊടു. ഓക്കേ. അവിടെ കൊടു. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. അവിടെ കൊടുക്ക്. നീയാണ് കുടുംബശ്രീ, നീ കഴിച്ചാ മതി. അയ്യോ വേണ്ട വേണ്ട. എന്തോ ഈ പറയുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. വേണ്ട, ഞാൻ സാറിനെ കൊണ്ട് തീറ്റിക്കുന്നില്ല. സാർ അവിടെ ഇട്. തട്ടിയിട്. എന്ത് ഇത് സാർ തിന്നണ്ട. എന്താ? ഇതിനകത്ത് വിഷമുണ്ട്. മനുഷ്യൻ കഴിക്കാതിരിക്കാതിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. സത്യമായിട്ട് പറഞ്ഞതാ. ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന്. എന്തിനു വിഷം ചേർത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല സാറേ, സത്യമാ പറഞ്ഞത്. ദൈവത്തിനാണ് സത്യം. ഞാനത് വിഷം ചേർത്തിട്ടുണ്ട്. ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ച് വിഷം ചേർത്ത് വെച്ചതാ. എന്തിനു മരിക്കാൻ പോണു? ഒരു കാര്യമുണ്ട്. ഇന്നലെ കല്യാണം ആയിരുന്നല്ലോ സാറേ. രാവിലെ എണീറ്റ് നോക്കിയപ്പോഴേ പുള്ളിയിൽ അതെല്ലാം എന്റെ സ്വർണ്ണം കുന്തും എല്ലാം എടുത്തോണ്ട് പോയി. പുള്ളി എല്ലാം എടുത്തോണ്ട് പോയി. എല്ലാം എടുത്തോണ്ട് പോയി. ഇവനാരാണ്? ഇത് ഇവിടെ കയറി വന്നൊരു കള്ളൻ. കള്ളനാ? അത് ശരി. അപ്പൊ എന്റെ 10 ലക്ഷം രൂപയുള്ള മോതിരം ഇവനാണ് ഞാൻ കൊടുത്തത്. അതാ സാറേ കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. ഇവിടുന്ന് പോകാൻ സംഭവിക്കത്തില്ല. സാറേ സന്ധ്യ ഇനി ആ മോതിരോടെ ഒരു അർഹതയും സന്ധ്യക്കില്ല. കാരണം സന്ധ്യ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്റെ ഭാര്യയായി വീട്ടിൽ കഴിയായിരുന്നു. സന്ധ്യ എന്നെ സ്നേഹിച്ചിട്ടില്ല. മനസ്സിലായോ? ഈ മോതിരം സന്ധ്യക്കിടോ അർഹതയില്ല. അത് ഞാൻ എഴുതി എന്തായാലും ഈ മോതിരം എനിക്ക് വേണം സാറേ. ഈ മോതിരം ഞാൻ തരത്തില്ല. മോതിരം ഇല്ല സാറേ. മോതിരം കയറാനാ പറഞ്ഞത്. അയ്യോ മോതിരം വിഴുങ്ങി. ഇല്ല മോതിരം വിഴുങ്ങി. ഡയമണ്ട് മുതലേ. അതെ, ഡയമണ്ട് വിഴുങ്ങി ആളെ മരിച്ചു പോലെ. വേണ്ട, മരിച്ചു. അടിക്കുന്നു. കവിളുകൾ തുടുകളാണ് തുടിക്കുന്നു. ചുണ്ടുകൾ അടിക്കുന്നു. തല കറങ്ങുന്നു. വീഴുന്നു. ഹലോ, കൊന്നില്ലേ? ഒരു പെണ്ണിനെ കൊന്നില്ലേ? ഞാൻ പോണ്. വജ്രമോതിരം കൊടുത്ത് കൊന്നില്ലേ? വജ്രമോതിരം തേങ്ങ ഞാൻ കൊടുക്കാൻ പോണു. എടോ തനിക്കറിയാവോ എന്നെ ഓഫീസിൽ വെച്ച് എന്തുമാത്രം വലിപ്പിച്ച് എന്റെ ഇത് കാശും കൊണ്ട് പോയതോ ഇവളെന്ന് അറിയാവോ? എന്നെ പറ്റിച്ചിട്ടുണ്ട്. എന്റെ അമ്മയുടെ ഫോട്ടോയ്ക്ക് വരെ എന്റെ നെഞ്ചിൽ ഞാൻ കുത്തിയിരിക്കുന്നത് ഇവളുടെ ഫോട്ടോയാണ്. എന്നെ പറ്റിച്ചോള്. അവക്ക് ഞാനെന്തോ ഈ വജ്രമോതിരം കൊടുക്കുന്നു. 10,000 രൂപ വജ്രമോതിരം. 10,000 അല്ല, 10 ലക്ഷം തേങ്ങയാണത്. 30 രൂപക്ക് ഞാൻ ആ ലേഡീസ് സ്റ്റോറിൽ നിന്ന് മേടിച്ചോണ്ട് ഇവക്കിട്ട് അങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കട്ടെ. അപ്പോൾ ചത്തില്ലേ? എവിടെ ചാകൻ എഴുതപ്പിച്ചു വിടാൻ നോക്കും. ഏടി നീ ചത്തില്ല. കള്ളി ഏടി. അയ്യോ നീ ചത്തില്ല. കള്ള കറക്കല്ലേ നിനക്ക്? പറ്റിക്കാനായിട്ട് നോക്കുവായിരുന്നല്ലേടി. നിനക്ക് ഇങ്ങനെയെങ്കിലും ഒരു പണി തരണമെന്ന് എനിക്കറിയാം. മേല ആണുങ്ങളോട് കളിച്ചു പോരുത്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സാറ് പോയി. ഞാനിപ്പോ ഒരു കാര്യം പറയാം. നീ ഇത് കഴിച്ചു മരിക്കുന്നോ അതോ ഇല്ലയോ? നീ മരിച്ചിട്ട് വേണം എനിക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാൻ. കാര്യം ചെയ്യാം. ഇനി എന്തായാലും നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ കഴിക്കുന്നു മരിക്കുന്നു. കഴിയടി അങ്ങോട്ട്. അയ്യോ, അമ്മൂമ്മ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും മറന്നു. അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഇനി നീ അതല്ല പറയേണ്ടത്. ഇവിടെ ആരെങ്കിലും തേക്കാനുണ്ടോ എന്ന്. പ്രചോദേട്ടാ. മനു അഭിജിത്തെ പ്രസാദേ, എന്താ പറയുക, നമ്മൾ ടോട്ടൽ ഒന്ന് ഓർത്ത് വെക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നേരത്തെ കളിച്ച, അതായത് കഴിഞ്ഞ പ്രാവശ്യം കളിച്ച സ്കിറ്റുമായിട്ട് വെച്ച് നോക്കും, നമുക്ക് ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെയുണ്ട്. ഇതൊരു ആ പ്ലേ നിങ്ങൾ നന്നായിട്ട് കളിച്ചു. പക്ഷേ ചില സ്ഥാനത്ത് ഒരു ചെറിയ, അത് എനിക്കൊന്ന് ചില മിസ്റ്റേക്കുകൾ വന്നു പോയി. ചില ഈ 10 ലക്ഷം പറയുന്ന അല്ലെങ്കിൽ ഈ എമൗണ്ട് പറയുന്നിടത്തൊക്കെ അതെന്തോ ഒരു സംസാരത്തിൽ വന്ന പ്രശ്നമാണ്. ബാക്കി പ്ലേ കാര്യത്തിലൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. 3 പേരും ഗംഭീര ആർട്ടിസ്റ്റുകളെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചെയ്യുന്ന വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്തു വെച്ചു എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നിങ്ങളുടെ ഇന്നത്തെ ഇതിൻ്റെ ഒരു 1 ലൈൻ നന്നായിരുന്നു, പക്ഷെ തമാശകൾ കുറവായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. തമാശകൾ വേണം, നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള തമാശകൾ ഇനിയും വേണം കേട്ടോ. അപ്പോൾ അതുമായിട്ട് അടുത്ത സ്കിറ്റ് ഗംഭീരമാക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ താങ്ക് യു. എൻ്റെ നോട്ടത്തിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ സ്ക്രിപ്റ്റ് അല്ലത്. കുറച്ചുകൂടെ കളിക്കാനുള്ളൊരു സാധനം നിങ്ങളുടെ കാര്യം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾ എന്താ ഐറ്റം വരുന്നത്? ആ ഹരിതവർണ്ണസേനയുടെയൊക്കെ സ്കിറ്റൊക്കെ, അതേപോലെ ലോട്ടറി ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. അയ്യോ, നല്ല സ്ക്രിപ്റ്റ് അതൊക്കെ. അപ്പോൾ സ്ക്രിപ്റ്റിൽ നല്ല പോണോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ 3 പേരെ എങ്ങോട്ട് മാറ്റി നിർത്തണ്ട. അത് പക്കയാണ്, 100-100ആണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം അതൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു വെടിയും പുകയായിട്ട് വരിക. തീർച്ചയായിട്ടും. എന്നിട്ട് കാശ് വാരിക്കൊണ്ട് പോയി. ഇഷ്ടം പോലെ കാശല്ലേ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മാർക്സ് ആരാദ്യം തരുന്നത്? ഞാനൊരു 5 മാർക്ക് തരും. 5000 രൂപ.
ഞാനൊരു 8 മാർക്ക് കൊടുക്കും. ഓക്കെ, ബാലൻസ് പിന്നെ പ്രേട്ടന്റെ വക. നേരെ ടോട്ടൽ എമൗണ്ട് 20,000 രൂപ. അടുത്ത പിടിക്കാം. അതാ അവിതേട്ടൻ പറഞ്ഞ പോലെ അടുത്ത് പിടിക്കും. അടുത്തതിൽ പിടിക്കണം. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. വിളിക്കട്ടെ അടുത്ത ടീമിനെ. വിളിക്കേ. ഓക്കെ, മനോജ് ചേട്ടനും ശർമ്മ ചേട്ടനുമാണ്. കൂടെ പുതിയൊരാൾ വരുന്നു. ഓക്കെ, സന്തോഷം. ലെറ്റ്സ് വെൽക്കം ഹർഷ റാണി. നേരത്തെ വന്നു പോയില്ലടാ. ഈ കറക്റ്റ് 8 മണിക്ക് ഞാൻ പണിക്ക് സാധാരണ കയറാറുള്ളൂ. ഇച്ചിരി നേരം ചുമ്മാ റെസ്റ്റ് എടുക്കാം. മുതലാളി വരുന്നിടം വരെ നമുക്കിവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കാമല്ലോ. ഇതാരടാ താളം അടിക്കുന്നത്? ഇതാടാ അവതാളം അടിക്കുന്നത്. അയ്യോ എന്റെ ദൈവമേ! അയ്യോ അയ്യോ അയ്യോ! എന്ത് പണിയാണോ കാണിച്ചത്? എടാ, ഇന്നലെ ഈ അലമാരയുടെ ലോക്ക് കംപ്ലൈന്റ് ആയിട്ട് ഞാൻ അകത്തേറിന്ന് പണിഞ്ഞപ്പം ശരിയായെന്ന് അറിയാൻ വേണ്ടി ഇതിനകത്ത് പുറത്തു നിന്ന് പൂട്ടാൻ പറഞ്ഞു. പൂട്ടിയിട്ട് നീ താക്കോലായിട്ട് ഇന്നലെ പോയിട്ട് ഇപ്പോഴാണോ വരുന്നത്? എന്റെ പൊന്നു മുതലാളിക്ക് അറിയാവുന്നല്ലേ, ഞാൻ 5 മണിയുടെ സേറിന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പണിയത്തില്ല. അതുപോലെ 5 മണിയുടെ സേറിന് അടിച്ചപ്പോഴല്ലേ ഞാൻ പൂട്ടാൻ വേണ്ടി അവിടെ വന്നത്. അത് കഴിഞ്ഞ് തുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓവർ ടൈം ആകും. ഓവർ ടൈമിന്റെ പൈസ മുതലാളി തരുവോ? ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ പൂട്ടിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയത്. നീ സൈറൻ കെട്ടിയാ പണി നിർത്തൂല്ലേ? ഞാൻ പൊന്നു എന്റെ മുതലാളി, ഞാൻ ഏത് പണി ചെയ്തോണ്ടിരുന്നാലും സൈറൻ അടിച്ചാൽ അപ്പൊ ഞാൻ അവിടെ പണി നിർത്തും. ചുമ്മാ അല്ല പെണ്ണുമ്പോളെ വളർന്നിട്ട് പോയത്. എന്നാ പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരു കുഴപ്പമൊന്നുമില്ല. 8 മണിയാകാതെ എനിക്ക് ഞാൻ പണിയത്തൊന്നുമില്ല. 8 മണിയാകാതെ സൈറൻ അടിക്കാതെ ഞാൻ പണിയുന്ന പ്രശ്നമില്ല. പണിടാ പണി സൈറൻ അടിക്കട്ടെ. ഷേടാ, പതിവില് നേരത്തെ ഇന്ന് സൈറൻ പഠിച്ചല്ലോ. ഇനി പണിയായിരിക്കാനും ഏതായാലും മുതലാളിക്കൊരു നഷ്ടം ഉണ്ടാക്കാത്ത രീതിയിൽ ഞാൻ പണി ഇവിടെ പണിതിരിക്കുവാണ്. പെട്ടെന്ന് പണി. എന്തുവാ ചെയ്യുന്നത്? തേക്കുമല്ലേ? അത് ഈ വർഷങ്ങളായിട്ട് എനിക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഉളി തേച്ചോണ്ടിരിക്കുവല്ലേ. ഉളി തേക്കാതെ പണിയാൻ പറ്റുമോ? ഈ ഒറ്റക്കാരനാണ്. ഇവിടെ ഇഷ്ടം പോലെ വീതുളിയുള്ള ഷെഡായിരുന്നു. ഇപ്പൊ നീ തേച്ച് തേച്ച് ഇവിടെ മൊത്തം കൊത്തുളിയായി. ചുമ്മാ ഞാൻ പണിയാൻ വന്നപ്പോ വീതുളി നോക്കിട്ട് വീതുളി കാണാൻ മേലെ വിളിച്ചോട്ട് വെച്ചിട്ട് പണിയാൻ നോക്കണം. ഞാൻ പണിയൊക്കെ ചെയ്യും. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ഇന്ന് എന്റെ പറ്റ് തീർത്ത് പണി എന്നില്ലെങ്കിൽ എന്റെ പൊന്നു മുതലാളി എന്റെ സ്വഭാവം മനസ്സിലാകും. അതിന് നിനക്ക് എന്തോ പൈസ തരാതിരിക്കുന്നു? എനിക്ക് ഇങ്ങോട്ട് പൈസ തരാം. എന്ന് മേടിച്ചു ഞാൻ ഈ എന്ന് മേടിച്ചെന്നാ? ഇതാണ് കുഴപ്പം. ഞാൻ ഇത് പണിയാൻ വരാത്തന്റെ കുഴപ്പം ഇതാണ്. കുഴപ്പം ഇതാണ് കേട്ടോ. പൈസ മേടിച്ചിട്ട് ചോദിക്കുമ്പോ എല്ലാ മരുക്കളും കുഴപ്പടാ. നീ മെനഞ്ഞാന്ന് നിന്റെ മാമന് സുഖമില്ലെന്നും പറഞ്ഞ് തന്നില്ലേ? എന്നത് എടാ, അതിന്റെ തലേന്ന് നിന്റെ കുഞ്ഞിന് സുഖമില്ലെന്നും പറഞ്ഞ് തന്നില്ലേ? എന്തേലും പറയാനുണ്ടെങ്കിൽ ഒറ്റത്ത് പറയണം. എന്റെ സമയം മെനക്കെടുത്താൽ എന്നെ ഞാൻ തന്നെന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്. പണി ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ ആദ്യം പഠിക്കണം. അല്ലാതെ ചുമ്മാ ആൾക്കാരെടുക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പൊ പൈസ കൊടുക്കാറുണ്ട്, അവന് പൈസ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പൈസ തരാനുള്ളത് പൈസ തന്ന് തീർത്തിരിക്കണം. കാശിന്റെ കാര്യം പറയുമ്പോ ഈ കോപ്പിലെ മിഷൻ ഓണാക്കും. എടാ, മെനഞ്ഞാന്ന് ഞാൻ നിന്റെ മാമന് സുഖമില്ലെന്ന് പറഞ്ഞ് വന്നപ്പം ഞക്കണ്ട ഊരിയിട്ട് വന്ന് പറഞ്ഞപ്പോ നിനക്ക് 1500 വന്നായിരുന്നു. പിന്നെ അതിന്റെ പിറ്റേന്നിന്റെ കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞപ്പോ 2500 വന്നായിരുന്നു. ആശുപത്രി കേസ് കിട്ടല്ല, അപ്പൊ അതുകൊണ്ട് മേടിച്ചായിരുന്നു. അങ്ങനെ മൊത്തം 4000 രൂപ ഉണ്ടോ? 4000 രൂപ. എത്ര ദിവസം പഠിക്കണ്ടായിരുന്നു? ഞാൻ 5 ദിവസം. 5 ദിവസമില്ല, ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ലക്ഷത്തിന്റെ പണി 750 രൂപ തരും. ബാക്കി 4000 രൂപയ്ക്ക് 10 കാശ് തീർത്ത് തന്നോ പറഞ്ഞേ. ഈ ആഴ്ച എനിക്ക് 750 രൂപ ഉള്ളൂ. നിനക്ക് പൈസ അല്ല, 10 കാശ് തീർത്ത് തരണം. എന്റെ പൊന്നു മുതലാളി ഒരു കാര്യം, ഈ ആഴ്ചത്തെ പറ്റി പിടിക്കരുത് കേട്ടോ. എന്റെ സ്വന്തം മുതലാളിയല്ലേ. എടാ, നീ എന്നെ എത്ര സൂപ്പിച്ചാലും ശരി, എന്നെ ഞാൻ 10 കാശ് ഇന്ന് മേടിച്ചിരിക്കും. അത് ശരി. അപ്പൊ ഞാൻ സൂപ്പിച്ചിട്ടാണ് സൂഹിക്കാത്തത്. അപ്പൊ രാജ് സൂപ്പിക്കുമ്പോ അങ്ങ് സൂപ്പിച്ചിട്ട് അവിടെ പറ്റി മുഴുവൻ എഴുതി തല്ലുള്ളൂ. അപ്പൊ എന്റെ സൂപ്പിലല്ലേ? സോഫ സെറ്റ് ഇരിക്കുന്ന സുഖം പറപ്പുറത്തിരുന്നാ കിട്ടൂടാ. അത് ശരി. അപ്പൊ സോഫ സെറ്റ് ഇരുന്നെങ്കിൽ സുഖം പിടിച്ചു പോയല്ലേ? നീ ചുമ്മാ എന്റെ അടുത്ത് കൊനാൻ പിടിച്ചടിക്കാതെ നീ പണിയാൻ നോക്കാം. എനിക്കറിയാൻ പണിയാനൊക്കെ അവിടുന്ന്. പിന്നെ നമ്മളെ പണിയാൻ വരുന്നത് മുതലാളിയാ പണി പഠിപ്പിക്കാൻ നിൽക്കുന്നത്. ഞാൻ 10 മണിക്കത്തെ സയറിന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ പണിക്ക് പോകും. സയറിന് അടിക്കുമ്പോ ഞാൻ പണിക്ക് സംസാരിക്കാൻ പണിയാ. എടപ്പം മുതലാളി ചായ കുടിക്കാനോ?
എടാ നീ എന്തിനാ ഈ ചുറ്റിയിൽ സാരം കേട്ടപ്പോ പെറമോട്ടിട്ടത്? എന്റെ പൊന്നു മുതലാളി ഇപ്പൊ സാറിന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പണിയത്തില്ലെന്ന് മുതലാളിയോട് പറഞ്ഞാണോ? ഞാൻ അടിക്കാൻ വേണ്ടി പൊക്കിയപ്പോഴത്തേനാണ് സാരം വന്നത്. എന്നാ പിന്നെ ആ ചുറ്റിയിൽ മുമ്പോട്ടിട്ടാ പോരാന്നോടാ. അപ്പൊ അത് ഓവർ ടൈം ആകത്തില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പുറകോട്ട് തന്നെ ഇട്ടത്. എന്താ പൊന്ന് പരാജയമേ, പോയി ചവിടിച്ചിട്ടാ. നീയൊക്കെ എന്ന് പറഞ്ഞാൽ മേശിരിമാരെ പറയിപ്പിക്കാൻ നടക്കുവാടാ. ഒരുമാതിരി മേസ്ത്രിമാരെ കുറ്റം പറയില്ല. എന്താ ഞാനുള്ള പാരമ്പര്യമുള്ള കുടുംബത്തിൽ പറഞ്ഞവരാ. ഞാൻ പെരുന്തച്ഛന്റെ പാരമ്പര്യമുള്ള ആളാണ്. അത് എല്ലായിടത്തും അങ്ങനെയാണ്. ആരെങ്കിലും ആള് ഫേമസ് ആയി കഴിഞ്ഞാൽ ഇല്ലാത്ത ബന്ധം പറഞ്ഞ് കുറെ അമ്മമാര് വരും. അങ്ങനെ ബന്ധം പറഞ്ഞു വരുന്ന ആളൊന്നുമില്ല. ഒറിജിനൽ ഫാമിലി പെട്ട ആളാണ് ഞാൻ. പെരുന്തച്ഛൻ എന്തെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടാക്കി വെച്ചോന്ന് അറിയോ? എന്താ അത്ഭുതം ഉണ്ടാക്കി വെച്ചത്? ഫോർ എക്സാമ്പിൾ വേണം. ഒറ്റ എക്സാമ്പിൾ പറ. എടാ അതല്ലെന്ന്. ഉദാഹരണത്തിന് അദ്ദേഹം ഒരു കുളം പണിഞ്ഞു. ആ കുളത്തിന്റെ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ വൃത്താകൃതി തോന്നും. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ചതുരത്തിൽ തോന്നും. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ത്രികോണം. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ദീർഘചതുരം. അത്തരത്തിലൊരു കുളം അദ്ദേഹം പണിഞ്ഞേക്കുന്നത്. ഞാൻ ഇതുപോലെ ഒത്തിരി കുളം പണിഞ്ഞിട്ടുണ്ടല്ലോ. ഈ പണിഞ്ഞത് മൊത്തം കുളമാണല്ലോ. അങ്ങനെ പറയരുത്. എന്റെ ആത്മാർത്ഥത മുതലാളി ചോദിക്കും. ആത്മാർത്ഥ ഉണ്ട്. ആത്മാർത്ഥ തന്നെയാണോ? ഞാൻ 5 മണി കഴിയുമ്പോഴത്തേനും പണി നിർത്തുന്ന ആളാണെന്ന് മുതലാളിക്ക് അറിയാമല്ലോ. അതെനിക്കറിയാം. സത്യമാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പണി നിർത്തിയിട്ട് മുതലാളിയുടെ വീട്ടിൽ പോയി സ്ക്രൂ വെച്ചിട്ടാ ഞാൻ വീട്ടിൽ പോയത്. അറിയാം? ചുമ്മാ എന്റെ പെണ്ണുമ്പളെ പണങ്ങി വീട്ടിൽ പോയത്. അയ്യോ ഞാൻ ആ സ്ക്രൂ അല്ല, പിരികേറ്റുന്ന സ്ക്രൂ വെച്ചല്ല. മുതലാളി ഇളകി കിടന്ന ജനലില്ലേ, ആ ജനലിന്റെ സ്ക്രൂ വെക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പറയുമ്പോ അതെ, ആരീ സുകുമാരൻ? പൃഥ്വിരാജിന്റെ അച്ഛൻ. അതല്ല, ഇവിടുത്തെ ഓണർ സുകുമാരൻ ചേട്ടൻ എന്ന് പറഞ്ഞായിരുന്നു. എന്താണ്? അതായിരുന്നു. ഞാൻ ഇവിടത്തെ പണിയും കാര്യങ്ങളും എല്ലാം ഞാൻ നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. കൊത്തുപണിയെ കുറിച്ച് ഭയങ്കര ഫേമസ് അല്ലേ? ഭയങ്കര ഫേമസ്. അതെ, ഇവിടെ മൊത്തം മെഷീനാണോ? അല്ല, രണ്ട് മനുഷ്യരുണ്ട്. ഒന്ന് ഞാനുണ്ട്, പിന്നെ എന്റെ പഠിക്കാരൻ സോമനുണ്ട്. അതല്ല ചേട്ടാ, ചേട്ടൻ ഈ ചെയ്യുന്ന മൊത്തം മിഷ്യൻ വർക്കാണോ? അല്ലല്ല, മിഷ്യൻ വെച്ചുള്ള പണിയേ ഞങ്ങൾക്കില്ല. ഞങ്ങള് മൊത്തം കൊത്തുപണി, കൈപ്പണിയല്ലേ. കൈപ്പണി കഥ അതാകുമ്പോഴേ നമുക്ക് ഗ്രൂ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കയ്യിലെ തഴമ്പണ്ട കൈപ്പണിയാ മൊത്തം. ശരിയാ. ഇല്ലല്ല, ഇതൊക്കെ ഒന്ന് കണ്ടോട്ടോ. ഇല്ല, കണ്ടോ? ഓമാ, ഒരു പുതിയ കസ്റ്റമറാ. നിന്റെ ഒറ്റ നോട്ടം കൊണ്ട കച്ചവടം ഇല്ലാതാക്കരുത്. അടങ്ങാവാ. ചേട്ടാ, ഞാൻ അവിടെ ഇരിക്കുന്ന ഡോറ് കണ്ടു കേട്ടോ, മെയിൻ ഡോറ്. അതിലെ വവ്വാല് കൊത്തി വെച്ചേക്കുന്നത് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ഫ്രണ്ട് ഡോറി വവ്വാല് കൊത്തി വെച്ചേക്കുന്നത്. തൊമ്മഞ്ഞു വന്നടാ. നിനടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പണിക്ക് വരുമ്പോ നിക്കറൂറി കഥവിലിടലെന്ന്. ചേട്ടാ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ കൊത്തുപണി ആരാ? ഈ കൊത്തുപണി ചേട്ടൻ മാത്രമാണോ? സത്യം പറഞ്ഞ യഥാർത്ഥ കൊത്തുപണിക്കാരൻ ഞാനല്ല. ഈ എന്റെ അപ്പൂപ്പനാണ് കൊത്തുപണിക്കാരൻ. എന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഏത് തടി കണ്ടാലും അപ്പോഴേ കൊത്തുമല്ലേ. എന്നെ മനസ്സിലായില്ലല്ലേ? അതാണ്. എനിക്ക് എത്ര പിടിയിട്ടില്ല. അതാ ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കട്ടില് നോക്കാൻ വേണ്ടി ഞാൻ വരുമെന്ന്. അത് പറ, കട്ടിലാണല്ലേ? കട്ടില് കിടക്ക് നോക്കിയോ? കട്ടിലാണോ? അല്ലേ, കട്ടിൽ. അത് തന്നെ കട്ടില് തന്നെ കേട്ടോ. തടി അത് ഈട്ടി. ഇത് ഈട്ടിയോ? ഈ കൊച്ചിന്റെ ഒരു കാര്യം. ഇത് ഈട്ടിയൊന്നുമല്ല, പിന്നെ ഈട്ടി ഉണ്ടോ എനിക്ക് അറിയത്തില്ലേ. എന്റെ പൊന്നു കൊച്ചെ, നീ നല്ലോണം നോക്കിയാ കറക്റ്റ് കരിവീട്ടിയാ. എന്റെ പൊന്നു കരിവീട്ടി കണ്ട് ഞെട്ടുന്നു. ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കുക. നീ മിണ്ടി കച്ചവടം ഇല്ലാതാക്കല്ലേ. നീ എന്റെ വായ് മൊത്തം മിണ്ടാ മാറി. ഞാൻ മിണ്ടിയില്ലെങ്കിൽ ഉള്ള കച്ചവടം കൂടി പോയി. എന്റെ പൊന്നു മുതലാളി മുണ്ടെടുത്ത് കൊടുക്കാനാ പറഞ്ഞത്. അബദ്ധം പറ്റിപ്പോടാ. അബദ്ധം ഇപ്പൊ ഉള്ള കച്ചവടം കൂടെ കളഞ്ഞു. അതെ, ഈ കട്ടിൽ കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നീ കൊണ്ട് അകത്തോയി വേറെ കാണിച്ചോ. പിന്നെ ചേട്ടാ, കാര്യമൊക്കെ ശരിയാ. നീളമില്ലല്ലോ. ആര് പറഞ്ഞു? ആർക്കാല് കട്ടിലേ കിടക്കണം? ആർക്കാലത്തെ കട്ടിലാ പറഞ്ഞു? ആര് പറഞ്ഞേട്ടെ? ഇത് കിടന്ന എന്റെ കാല് കേട്ടും. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കടന്നു നോക്ക്, കടക്കാതെ എങ്ങനെ അറിയാൻ പറ്റുന്നു? കാണിച്ചു തരാം. പണി ഇവിടുത്തെ കാലും കൂടെ പണിയുണ്ട്. കാല് വെളി കിടക്കുവാ. എന്റെ പൊന്നെ, ഇങ്ങനെ ഇറങ്ങി കിടന്നു കഴിഞ്ഞാൽ കാല് വെളി കിടക്കി കയറി കിടക്കാൻ കൂടെ. കാണിച്ചു തരാലോ. ആടെ കയറി കിടക്കാൻ പറഞ്ഞപ്പോ ആണ്ട മണ്ടക്കൂടെ ഇത് പറ്റത്തില്ല. നടുക്കോട്ട് കിടക്ക്. ഇവിടെ കിട. നോക്കിക്കേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ശരിയാ. കറക്റ്റ് അല്ലേ ഇത്? ഞാൻ പറഞ്ഞ കറക്റ്റ് കട്ടില്ല. എന്റെ മോലാളി പറഞ്ഞ 6x4 കട്ടിൽ എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് അളവിലേ പണിയത്തുള്ളൂ. അങ്ങനത്തെ കട്ടില്ല അത്. ചേട്ടാ, എന്റെ ഭർത്താവ് ഇച്ചിരി തണ്ടും തടിയുള്ള അടാകടിയൻ ഒരു മനുഷ്യനാണ്. അങ്ങേര് ഞാനും ഇതിനകത്ത് കിടക്കാനുള്ള സ്പേസ് ഇതിനകത്തില്ല. അയ്യോ, ആര് പറഞ്ഞു? നമ്മളിവിടെ കടന്നു കഴിയുമ്പോഴത്തേനും കണ്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ കടന്നു കഴിയുമ്പോഴത്തേക്കണ്ട നിസാരം കണ്ട പിന്നെ സ്ഥലം കിടക്കുന്നു. അപ്പൊ വണ്ണമുള്ള സാറാകുമ്പോഴത്തേനും ശരിക്കും വണ്ണം കിട്ടും. ആ കൊച്ചു പറഞ്ഞ നീ കേട്ടായിരുന്നടാ? എന്നായിരുന്നു? ആ പെണ്ണിന്റെ ഭർത്താവ് നല്ല തടിയും തണ്ടും ഉള്ള ആചാര ബാഹുവാന്ന്. അപ്പൊ ഈർക്കിലണക്കിരിക്കാൻ നീ കയറി കിടന്നിട്ട് കാര്യമുണ്ടോ? ഞാനല്ലയോ മുതലാളി, എനിക്കറിയാം. എന്ത് വെച്ചാ പ്രശ്നം? ഇപ്പൊ എന്തോ എന്റെ ചേട്ടൻ ഇച്ചിരി വീതിയും തണ്ടും തടിയുള്ള ആളാ. കിടക്കാൻ പറ്റണം. എന്റെ പൊന്നുമോളെ, ആർക്കാലിന്റെ കട്ടിൽ ഇതിനകത്ത് തന്തതായിട്ട് കിടക്കാം. പറ്റുമോ? ആട്ടി കിടക്കണ കറക്റ്റാ.
കണ്ടാ കണ്ടാ ചേട്ടാ ഓ തട്ടുന്നുണ്ട്, എന്തോ? ഷോൾഡർ മുട്ടുന്നുണ്ട്. നിന്റെ കൂടെ നിന്റെ കട്ടിലെ കിടക്കുന്ന നിന്റെ ഭർത്താവല്ലേ? ആണ്. അപ്പൊ ഷോൾഡർ മുട്ടുന്നതിന് എന്താ കുഴപ്പം? അത് അവിടെ കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമുണ്ട്. അങ്ങോട്ട് നീങ്ങട. ശരി, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? correct ആണോ? കറക്റ്റ്. അല്ലേ? പക്ഷെ നിങ്ങൾ 6-4 എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചരുത്. 6-4 എന്റെ പൊന്നു ദൈവമേ, എന്റെ പൊന്നു മോളെ, ഇത് 6-4 കട്ടിൽ പണിതോണ്ടിരിക്കുക. പണി തീരാണ്ട് സോമേടാ, ഈ ആ ബെഡ്ഷീറ്റ് ചേർത്ത 6-4 ബെഡ്ഷീറ്റ് അലമാരിക്കുന്ന ബെഡ്ഷീറ്റ് 6-4 ബെഡ്ഷീറ്റ് ഇരിപ്പുണ്ട്. അതിട്ട് നമുക്ക് കറക്റ്റ് നിനക്ക് അറിയാൻ പറ്റും കൊച്ചെ. ഇത് കണ്ട, ഇത് കറക്റ്റ് ഇത് 6-4 6-4 ബെഡ്ഷീറ്റ് ഏതറ്റം പിടിക്കണം? ആ അറ്റം പിടിച്ചോ, പിടിച്ചോ. ആ തെത്തുണ്ടോ നോക്ക്. ഉറപ്പാണ്. ഈ അറ്റത്ത് നോക്ക്, നോക്ക് വേണ്ട. ഇവിടെ എത്തുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ അത് ഒരു ഉടായ്പല്ല. 6-4 ബെഡ്ഷീറ്റ് അല്ലേ നമ്മളിപ്പോ സോറി ഞാൻ തെറ്റിദ്ധരിച്ചു. സോറി. അതെ, ഞാൻ വിശ്വസിച്ച്, പക്ഷെ എന്റെ ചേട്ടൻ ഇത് വിശ്വസിക്കത്തില്ല. പുള്ളി തെളിവ് സഹിതം കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ. അങ്ങനെ ഒരു കാര്യം ചെയ്യും, കട്ടിലിന്റെ ഒരു ഫോട്ടോ എടുത്ത് കറക്റ്റ്. പക്ഷേ കട്ടിലിന്റെ ഫോട്ടോ അയച്ചു കൊടുത്താലേ അതിൽ 2 പേര് കിടക്കുന്ന വീതി ഉണ്ടെന്ന് എന്റെ ചേട്ടൻ അങ്ങനെ അറിയും? അയ്യോ, അത് പണിയാണല്ലോ അവിടുന്ന്. അരഴിയുണ്ട്, നമ്മളിപ്പോ കിടന്നില്ലേ, അത് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ചേട്ടൻ അയച്ചു കൊടുത്താ ചേട്ടനകത്തൊരു ഫോട്ടോ എടുത്താ ആദ്യം ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്ന ഫോട്ടോ ഒറിജിനാലിറ്റി അവിടുന്ന്. അയ്യോ, ഇനി അടുത്തത് ഇനി ആ അറ്റ എത്തുന്നുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ആ ഈ അറ്റ ചേട്ടാ ഇങ്ങോട്ട് നോക്കിക്കേ. ചേട്ടാ അപ്പുറത്തെ എത്തുന്നുണ്ടോ? കറക്റ്റ് അല്ലേ? ചേട്ടാ ഒരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ കട്ടിലേ ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ ചാരി ഇരുന്ന് ചായ കുടിക്കുമ്പോഴേ കാലിന്റെ ഇവിടുത്തെ ഡിസ്റ്റൻസ് കുടിക്കുമ്പോ കാലിന് സ്പേസ് ഉണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതിപ്പോ സംഭവം ഇന്ന് തന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി ഫ്രീ ആട്ടോ. ആ കുഴപ്പമില്ല, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡെലിവറി നടക്കും. അല്ലാതെ പൈസ വന്നാൽ അപ്പൊ തന്നെ ഡെലിവറിക്ക് പോകുമെന്ന് പറയാം. കട്ടിലിന്റെ ബാക്കി പണി കൂടെ തീർച്ചാൻ തരും. 50,000 രൂപ തരുമ്പോഴത്തേക്ക് നാളെ ഇതിന്റെ പണി തീർത്ത് കട്ടില് വീട്ടിലെത്തും. കട്ടിലല്ലേലും നാളെ രാവിലെ എന്റെ വീട്ടിലെത്തും. കൂടാതെ ഒരു 10 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടേക്കണം. ഞങ്ങളല്ല കട്ടില് പണിത് അങ്ങോട്ട് തരുന്നത്, അപ്പൊ നിങ്ങളല്ല ഞങ്ങൾക്ക് പൈസ തരുന്നത്. ഞങ്ങൾ എന്തിനാ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തരുന്നത്? ഈ ഹണി ട്രാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനെ അതിന്റെ കീഴെ പോയി ഞാനിങ്ങനെ അവളെ കാണുകയും ചെയ്തിട്ടുണ്ട്. അവളെ കൊടുത്ത് ഇന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്റെ പൊന്നു മണ്ട, അത് ഹണി റോസ്, ഇത് ഹണി ട്രാപ്പ്. ഹണി ട്രാപ്പോ? അതെന്നാ സാധനം അത്? ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഫോട്ടോ ഉണ്ടോ? കണ്ടു. ഈ ഫോട്ടോ ഞാൻ കുറച്ച് മാറ്റമൊക്കെ വരുത്തി നിങ്ങളുടെ പെണ്ണുമ്പിള്ളക്ക് കാണിച്ചു കൊടുത്താ? അയ്യോ, മുതലാളിയുടെ കുടുംബം കോഞ്ഞാട്ടയാകും അന്നേരപ്പം. അത് ഉറപ്പല്ലേ അവിടുന്ന്? അതേ ഫോട്ടോ ഞാൻ ഇന്റർനെറ്റിൽ ഒന്ന് പോസ്റ്റ് ചെയ്താ എന്റെ പൊന്നോ, എന്തോ ഒരു ലൈക്കും കമന്റും ആയിരിക്കും എന്നറിയോ. പിന്നെ മുതലാളിക്ക് ഫോളോവേഴ്സിന്റെ ബഹളമായിരിക്കും. അവങ്ങളും നെറ്റിനകത്ത് കയറി പോയി കഴിഞ്ഞാലേ നാട്ടുകാരാണ് എന്നെ തെറ്റിദ്ധരിക്കത്തില്ലടാ. എന്റെ കുടുംബം പോവും, എന്റെ മാനം പോവും, എന്റെ ജീവിതം മൊത്തത്തിൽ പോത്തില്ലടാ. ഇതൊന്നും പോവണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നെ. എന്റെ പൊന്നു കൊച്ച, എന്റെ 10 ലക്ഷം രൂപ തരാനില്ല. നീ ചുമ്മാ ആവശ്യമില്ലാത്ത പണി കാണിക്കല്ലേ. 10 ലക്ഷം രൂപ ഇനിയും ചോദിച്ചു മുതലാളിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞങ്ങൾ പോലീസിൽ കേസ് കൊടുക്കും. നിങ്ങൾ പോലീസിനെ വിളി. വരുന്ന പോലീസിനോട് ഞാൻ പറയും മുതലാളി എന്നെ പീഡിപ്പിച്ചു. മുതലാളി പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെടും? ഞാൻ വരുന്ന പോലീസിനോട് പറയും മുതലാളിയുടെ സഹായത്തോടു കൂടി എന്നെ തൊഴിലാളിയും പീഡിപ്പിച്ചു. നേരത്തെ നീ ഒരു ഫോളോസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ കൂടെ വ്യൂവേഴ്സും ഉണ്ട്. കേസ് കൊടുത്ത 2 പേരും 12 വർഷം ജയിലിൽ പോകും. 12 വർഷം ജയിലിൽ പോകണോ അതോ 10 ലക്ഷം രൂപ തന്നെ സെറ്റ് ചെയ്യണോ? അപ്പൊ ഈ 12 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും അല്ലേ? വരും. അപ്പൊ 10 ലക്ഷം രൂപ എന്നില്ലെങ്കിൽ നീ ഇതൊക്കെ ചെയ്യൂലേ? ചെയ്യും. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനാണ് ഈ ജയിലിൽ പോകുന്നത്. അപ്പൊ നമ്മൾ ജയിലിൽ കിടക്കുമ്പോൾ നമുക്കൊരു കുറ്റബോധം തോന്നരുതല്ലോ. അതുകൊണ്ട് ഏതായാലും നനഞ്ഞ് ഇനി ഞങ്ങള് കുളിച്ചങ്ങ് കേറാൻ പോയാ അതാണ് ചേട്ടാ നന്നായിരുന്നു.
ഈ പറയുന്ന പോലെ നിങ്ങൾ കൊണ്ടുവന്ന ഒരു കോണ്ടന്റ് നന്നായിരുന്നു. എനിക്കൊരു പുതിയൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരു ഫർണിച്ചർ ഷോപ്പിൽ ഇങ്ങനെ ഒരു ലേഡി വരുന്നു, ഇത് സംഭവിക്കാമെന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. നമുക്ക് എവിടെ പോയാണ്, എവിടെയാണ്, എന്താണ് സംഭവം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ ശർമ്മ, എനിക്ക് തോന്നുന്നത് തമാശകൾ വളരെ കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതൊരു നമ്മളൊരു ഡ്രാമ കാണുന്ന പോലെ കണ്ടിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം തമാശകൾ തീരെ ഇല്ലായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം അത് ഗംഭീരമാക്കിയിട്ട് വരണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. നസീർക്ക, നിങ്ങൾക്ക് വേണ്ട സത്യം പറഞ്ഞാൽ നല്ല സ്ക്രിപ്റ്റാണ് വേണ്ടത്. നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എങ്ങും നിൽക്കില്ല. നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റുകൾ 3 പേരും. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഓഡിയൻസിന് അറിയാവുന്ന കാര്യം. നിങ്ങളുടെ പല ഷോകളും ആൾക്കാർ കാണുന്നതാണ്. ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ഈ ഷാജോൺ പറഞ്ഞ പോലെ നമുക്കൊരു സീരിയലൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നുള്ളൂ. ഡയലോഗ് ഒരിടത്ത് ഒരു സ്ലിപ്പിംഗ് ഇല്ല, എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്, എല്ലാ മൂവ്മെൻറ്റ്സും കൊടുക്കുന്നുണ്ട്, എല്ലാ ആക്ഷനും ഒക്കെ എല്ലാം ഉണ്ട്. പക്ഷെ ചിരിക്കാനുള്ള കൗണ്ടറുകളുടെ ക്ഷാമമുണ്ട്. ആ ക്ഷാമം പരിഗണിക്കണം. അപ്പുറത്തെ പ്രാവശ്യം ശ്രദ്ധിക്കണം. 3 പേര് നല്ല ആർട്ടിസ്റ്റുകളാണ്. ആ ആർട്ടിസ്റ്റിന് ഒത്ത രീതിയിലുള്ള സബ്ജക്റ്റ് കൂടെ റെഡിയാക്കി വന്നാൽ പൊളിയായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ചേട്ടാ, എനിക്ക് ആ കട്ടിൽ പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. അതിനൊരു ഉഗ്രം കൈയടി. കാരണം ആ ഒരു ഐഡിയ ഉഗ്ര സാധനമാണ്. പിന്നെ ഹർഷ വന്നു. ഹർഷയുടെ പ്ലേ ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. ഹർഷയൊക്കെ ഒരുപാട് സ്കിറ്റുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളത് കാണുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടന്റ്, നമ്മൾ ഇന്ന കണ്ടന്റാണ്, പക്ഷെ അത് വർക്കൗട്ട് ആകുക. ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല. അങ്ങനെ മാത്രം കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തിൽ നമുക്ക് ഇത് മേക്ക് ഓവർ ചെയ്യാം കേട്ടോ. അടിപൊളി. താങ്ക് യു പ്രജേട്ടാ. അപ്പോൾ നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. പ്രജേട്ടാ, ഞാൻ 5 5000 രൂപ. ചേട്ടാ, പ്രചോദനം 5 കൊടുത്ത പിന്നെ ഞാൻ പുറകോട്ട് പോകുന്നതിനൊക്കെ തോന്നുന്നു. ഞാനും 5 കൊടുത്തു. 5 മുട്ടയുടെ വില നമ്മൾ അട്ടയ്ക്കനെ കൂടെ അങ്ങനെ ചെയ്തപ്പോ ഞാൻ രഹസ്യമായിട്ടേ ചെയ്യുള്ളൂ. ഞാനത് പരസ്യമാക്കി ഇങ്ങനെ. ഇപ്പൊ നസീർക്ക് ഇപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രഹസ്യമായിട്ടൊരു സാധനം കൊണ്ട് അയച്ചു. ഓക്കെ, അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് 50, 60, 75 ഒക്കെ വാങ്ങിക്കണം. ഓക്കെ, അപ്പം അടുത്ത പ്രാവശ്യം വൺസ് അഗൈൻ വെൽക്കം കേട്ടോ. എടാ സുനിയ, ഇവൻ എവിടെ പോയി കിടക്കാണ്? രാത്രി പോലീസ് സ്റ്റേഷൻ നോക്കാനാക്കിയ ചെങ്ങായിയാണ്. എൻ്റെ ദൈവമേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ SI ആയിട്ട് ഞാനും കോൺസ്റ്റബിളായിട്ട് എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഈ ഓണം കയറാ മൂലയെന്ന് എങ്ങനെങ്കിലും ട്രാൻസ്ഫർ ആയി തരണേ എൻ്റെ ദൈവങ്ങളെ. എടാ സുനി, പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പം മനക്കലെ മാവിനെ കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ. എടാ നീ എന്നാ കാണിക്കുന്നു? വലിയ കേക്കല്ലേ, നിന്റെ ഭാര്യ വീടല്ല ഇത്, മനസ്സിലായ? ഇതൊരു പോലീസ് സ്റ്റേഷനാടാ. തുപ്പല്ലേ, തുപ്പല്ലേ, ഇവിടെ തുപ്പല്ലേ. ഈ പോലീസ് സ്റ്റേഷൻ നീ ഒരു കൺഫർമേഷൻ ആക്കി മാറ്റരുത് കേട്ടാ. എന്നെ ഇവിടെ കാവല് വൃത്തിയല്ലേ, ഞാൻ ഇതിന് വാടകയും തരണ്ടേ? എന്നിട്ട് നിങ്ങളെ ചീത്തയും ഞാൻ കേൾക്കണം. ഇനി ഞാനിവിടെ നിൽക്കൂല, ഞാനിവിടെ നിന്ന് പോന്നാണ്. എന്നാ പോയി, ഇപ്പൊ തന്നെ പോയിക്കോ. എടാ ചങ്ങായി, അപ്പൊ ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്, അവിടെ റൂം എടുത്ത് താമസിച്ചോ കേട്ടാ. എടാ നീ എങ്ങോട്ടെങ്ങനെ വലിഞ്ഞു കയറി പോകുന്നു? എടാ ഈ ഗ്രാമത്തിലാണെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസും ഒരു പോലീസ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ, മനസ്സിലായ? ചുറ്റും കാടാ. അനക്കറിയാ പോലീസ് സ്റ്റേഷനേ ഉള്ളൂ, പോസ്റ്റ് ഓഫീസേ ഉള്ളൂ. പോസ്റ്റ് ഓഫീസിലെ രാജീവന എന്നോട് പറഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ അവിടെ താമസിച്ചോ, വാടകയൊന്നും തരണ്ടാണ്. അന്നില്ല അവിടെ ഒരു കത്തെങ്കിലും കിട്ടുമല്ലോ. അല്ല, നീ ഈ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാല് നീ ആകാശദൂത് സിനിമയിലെ അതിലെ ഇളയ കുട്ടീന്റെ അവസ്ഥയായി പോകൂടാ. അതെങ്ങനെയാ? ആരും ഏറ്റെടുക്കാനുണ്ടാവില്ല. എന്നെ ബഹുമാനിക്കണോ, എന്നെ ചീത്ത പറയരുത്, ഞാനിവിടെ നിൽക്കാം. മനസ്സിലായല്ല? കാര്യം അറിയാലോ, ഞാൻ ഈ ട്രാൻസ്ഫറിന് വേണ്ടി എത്ര കാലമായി കഷ്ടപ്പെടുന്നു അറിയാം. എനിക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലായി, ഇതുവരെ കുട്ടിയായില്ല. ഞാൻ അയ്യോട് എപ്പവും പറയും കുട്ടികളെ കാര്യ, അതല്ല ട്രാൻസ്ഫറിന്റെ കാര്യം. എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ ഭാര്യക്ക് എങ്ങനെ ട്രാൻസ്ഫർ കിട്ടണേ. എന്തെന്നാ പറയുന്നത്? ഒരു ഓഫീസിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പണിയെടുക്കുമെന്ന് പറഞ്ഞാൽ നല്ലല്ലേ? എടാ വീട്ടിൽ പോയാലും ഓളം മോന്ത കാണണം, ജോലി ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നാലും ഓളം മോന്ത കാണണം. ഒരു ദിവസം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഭയങ്കരമായിട്ട് ബോറടിക്കൂലേ മനുഷ്യന്മാർക്ക്? അതല്ലേ ഞാൻ അങ്ങനെ കഴിക്കാതെ. അതാ നിങ്ങളെ ഭാഗ്യം വരുന്ന മിഴി രണ്ടിലും എന്തിനു നാണം, അത് കണ്ടിട നെഞ്ചിലൊരു. സിനിമാണം വരുന്നത് എന്താ സാർ? എത്ര സമയത്തിനായി? 9:30. ഇതൊരു പോലീസ് സ്റ്റേഷനല്ലേ, ഒരു പഞ്ച്വാലിറ്റി ഒക്കെ വേണ്ടേ? അതെ, നിങ്ങൾക്ക് കുളിയും നനയില്ല. ഈ യൂണിഫോം എടുത്തിട്ട് ആ പാട്ട വണ്ടി ഇങ്ങോട്ട് കയറി വന്നാൽ മതി. എനിക്കാണെങ്കിൽ വീട്ടിൽ 100 കൂട്ടം പണിയാ. എന്റെ പണി എന്നോട് പറയക്കണ്ട. അതെ, ഇങ്ങോട്ടിപ്പോ വലിഞ്ഞേറി വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഈ തിരുമോന്ത കാണാനല്ലേ. വെറുതെ രാവിലെ എന്റെ മൂഡ് കളയരുത് കേട്ടോ. ഞാൻ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയായിരുന്നു.
നിങ്ങൾക്ക് ഈയിടയ്ക്കായിട്ട് എന്നോട് ഇച്ചിരി സ്നേഹക്കുറവുള്ളത് കൊണ്ട് വശ്യമന്ത്രം കൊണ്ട് ഞാനൊരു അർച്ചന ചെയ്തു. ദേ പ്രസാദം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി മഞ്ഞൾ പ്രസാദവും. നീ എന്നാ കാണിച്ചത്? ഇടത്തോട് ഇവിടത്തോട് മാറിപ്പോയതല്ലേ, ഒന്ന് ക്ഷമി. കൊറേ കാലമായിട്ട് മറവി കൂടുതലാട്ടാ. ഈ ഫയൽ എടുത്ത് ഫയൽ മാറ്റി വെക്കൂ, തോക്ക് എടുത്ത് ലാത്തി വെക്കും. ഇങ്ങനെ മറവി വളരെ മോശം എന്റെ കാര്യം. അതെ, മൊത്തം പായൽ പിടിച്ചിരിക്കുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ എവിടെയാ മനുഷ്യ അങ്ങ് ഫയൽ ഈ പറയുന്നേ? കച്ചറയാക്കുന്നതിൽ പുറത്തു പോയി ഇതൊരു പോലീസ് പുറത്തു പോകാണ്ടാളും. സോറി സാർ. അങ്ങനെ പറ. പിന്നെന്താ? അല്ലേ, നമ്മൾ എങ്ങോട്ടേ പോകുന്നേ? ഇത് നമ്മുടെ സ്റ്റേഷൻ അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോലീസാന്ന് മറന്നു പോകുന്നു. എന്തോടോ കൊറേ നാളായിട്ട് കൊണകൊണകൊണകൊണെന്ന് പറയുന്നത്? ഞാനെന്താ പറഞ്ഞത്? ഞാനങ്ങോട്ട് കേട്ടി തരും. എന്താ തനിക്ക് ലാത്തി ചാർജ് എന്താണെന്നറിയോ? ഈർക്കൽ പ്രയോഗം എന്താണെന്നറിയോ? അറിയോ? അറിയില്ല. സോറി, ഞാനൊന്നും ചെയ്യില്ല. ഞാനിവിടെ അടങ്ങിയിരുന്നോളാം. ഇവനെ പറഞ്ഞു വിടുന്നുണ്ടോ? ഇവിടെ പറഞ്ഞോടെ ഇവനെ? ഇവനിക്ക് അറിയാലോ, ഇവന്റെ അവസ്ഥ അറിയാലോ. ഇവിടെ കാവലേക്കും വേറെ ആരുമില്ല, ഇവൻ മാത്രമേ ഉള്ളൂ. എന്റെ മനുഷ്യ, ഇയാളെ ഒന്ന് പറഞ്ഞു വിടേ. ഇനി ഇവന്റെ ആവശ്യമില്ല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അമ്പലത്തിൽ വെച്ച് ഒരു സ്വാമീനെ പരിചയപ്പെട്ടായിരുന്നേ. അപ്പൊ നമ്മുടെ പ്രശ്നം മൊത്തം പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്നൊരു പൂജ ചെയ്യാം, അപ്പൊ നമുക്ക് ഇവിടെ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവും പറഞ്ഞു. പറഞ്ഞു. പ്രശ്നമുണ്ട്. ഇവിടെ കക്കൂസില്ല, പുറത്ത് വലിയ പറമ്പാ. ഏതാണ് ഈ പീത്തത്തെങ്ങ്? ഇതെന്റെ കെട്ടിയോൻ. അയാളോട് വാ തുറക്കരുതെന്ന് പറയണം. ഇന്നലെ ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. ഉറക്ക ഞാൻ ധ്യാനിക്കണം. ഞാനൊരു ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ രാത്രി കഴിച്ചതിന്റെ ബാക്കിയാ. ഉപ്മാവല്ലടോ, ആത്മാവ്. ബാധ, പ്രേതം, ഭൂതം. മൂന്നാളുണ്ട്. മൂന്നാളല്ല, ഇതൊക്കെ ഇതിന്റെ പര്യായങ്ങളാ. അല്ല സ്വാമി, ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു കളം വരയ്ക്കേണ്ടി വരും. അതിനൊരു 25,000 ഉറുപ്പ്യാവും. ഒരു ചോക്ക് കൊണ്ട് ഒരു കളം വരക്കാൻ 25,000 ഉറുപ്പ്യ. ഏർത്ത ചങ്ങായോടെ നീ ആദ്യം ഇവനെ ഇവിടുന്ന് ഒഴിവാക്കുക. ഇത് വെറും ഒരു കളമല്ല, ഇതൊരു മന്ത്രക്കളമാണ്. അത് ശരി. ഇത്ര വലിയ ഇതെല്ലാം ഇതൊന്നാ മോഡേൺ ആർട്ടാ? അവരെന്തേലും പറഞ്ഞോട്ടെ സ്വാമി, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇനി ഞാൻ പറയുന്ന പോലെ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം. അനുസരിക്കാം. പിന്നെ ഉണ്ടല്ലോ, സ്വാമി പറയുന്ന എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. പൈസ ആദ്യം തരാന്ന് പോലീസ് കാരണം, പിന്നെ തരില്ല, ഇടിയാ തരിക. ആണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്. എനിക്ക് ദക്ഷിണ വെക്കാനുള്ള 25,000 രൂപ ആദ്യം ഇങ്ങോട്ട് വെക്കുക. ഇപ്പൊ തരാം. ആ പൈസ എടുത്തോ. ഏത് പൈസ? വാറ്റുകാരക്കാരന്റെ വാങ്ങിച്ചില്ലേ? കൊടുത്തേ. ഇപ്പൊ എനിക്ക് സന്തോഷായി. ഇനി ഒരു കാര്യം ചെയ്യാ. നേരെ പോയിട്ട് ഞാൻ വന്ന ഓട്ടോ പൂജക്കുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട്. രണ്ടുപേരും പോയിട്ട് അതിങ്ങോട്ട് എടുത്തു വരിക. ഇപ്പൊ കൊണ്ടുവരാം. പിന്നെ ഒരു കാര്യം, ആ ഓട്ടോക്കുള്ള 1,500 രൂപ ചാർജ് കൊടുത്തേക്കണം. എടോ, ഈ അമ്പലത്തിൽ നിന്ന് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ 1,500 രൂപ ഓട്ടോ ചാർജ്? അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന്റെ ചാർജ് അല്ല. ഞാൻ ഈ പൂജക്കുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാൻ 2 ദിവസമായി ഈ ഓട്ടോ വിളിച്ചാണ് പോയത്. അതിന്റെ ചാർജാണ്. അങ്ങോട്ട് പോയിക്കൊള്ള. ചൊക്കിളേ എന്തോ എന്ന് വിളി കേൾക്കാൻ ഞാൻ ചൊക്ലിയല്ലോ, മന്ത്രവാദിയല്ലേ. അല്ല മോനെ, നീ ഏത് വേഷത്തിൽ മന്ത്രവാദിയല്ല തീവ്രവാദിയായാലും ചൊക്ലി എനിക്ക് മനസ്സിലാവും കേട്ടാ. നീയേ വിസ തട്ടിപ്പിൽ അകത്തായ പുള്ളിയല്ലേ? ഞാൻ വിസ തട്ടിപ്പിൽ അങ്ങനെ അകത്തായതല്ല. എനിക്ക് വിസ തരാന്ന് പറഞ്ഞ അവരെന്നെ പറ്റിച്ചതാ. അപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റിയ വിസ കൊടുക്കാൻ പറ്റിയില്ല. എന്നാ പിന്നെ ഞാൻ സാറോട് പറയാം, എന്നെ ചതിക്കരുത്. എന്നാ പിന്നെ ഒരു സഹായം ചെയ്യണം. ഈ പൈസ കാണിച്ചാ എന്നോട് ചോദിക്കരുത്. ഇതൊരു അനാഥ കുടുംബത്തിനെ രക്ഷിക്കാനുള്ള പൈസ. അനാഥനെ രക്ഷിക്കാനാ? അനാഥൻ ഞാൻ തന്നെയാണോ? ശരി, നീ ഒരു കാര്യം ചെയ്യ്, എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. പൈസ ഒന്നും എനിക്ക് വേണ്ട.
എന്താ നിനക്ക് വേണ്ടത്? അനക്കേ ഈ ഇവരില്ലേ ഈ പോലീസുകാർ ഭയങ്കര അഹങ്കാരികളാ. എന്നെ അടിക്കാനും തുടങ്ങി. അവരെ തിരിച്ചിട്ട് രണ്ടടിക്കാനുള്ള ചാൻസ് ആക്കി തരുമോ? നിനക്ക് അവരെ 2 അടി അടിക്കണം. അതുപോലെ അതിന് ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ നീ എന്റെ കൂടെ നിൽക്കണം. അത് മതി. ഞാൻ സഹായിക്കാല്ലോ. ഈ ഒരു സാധനം തൊണ്ട. മുളക് പൊടി എന്തിനാ ഇത്? മുളക് പൊടിയോ? എടാ ഇടയ്ക്കൊക്കെ നമുക്ക് ഓരോ അക്രമം വരുന്നല്ലേ, നമുക്ക് സ്വയം രക്ഷ വേണ്ടേ? ഇതാണ് എല്ലാ പരിപാടിയും ഉണ്ട്. കാണുന്നുണ്ടേ സ്വാമി കൊണ്ടുവരാ. ഇവിടെ വെച്ചോളാ സ്വാമി. സ്വാമി അവിടെ വെച്ചോളാ. പ്രാർത്ഥിച്ച് നിന്നോളാ. പൂജ തുടങ്ങാൻ പോവാണ്. പ്രാർത്ഥിച്ചു. നീ ആരാ? ഞാൻ ഇവിടുത്തെ SI. നിന്നോടല്ല ബാധയോടാണ്. നിന്നോടാണെന്ന്. ഭാര്യയോടല്ല ബാധയോടാണെന്ന്. രണ്ടും കണക്കാ. എന്താ നിന്റെ പേര്? രുദ്രനോ? എന്താണ് നിനക്ക് വേണ്ടത്? ആരെങ്കിലും ദേഹത്ത് കയറിയിട്ട് സംസാരിക്കണമെന്നോ? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. സാർ, പിന്നെ ബാധയ്ക്ക് ആരെങ്കിലും ദേഹത്ത് കയറിയിട്ടൊന്ന് സംസാരിക്കണമെന്ന്. നിങ്ങളെ ദേഹത്ത് കയറ്റണം. അയ്യോ ഞങ്ങൾക്കൊന്നും വേണ്ട. അയ്യോ എന്താ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇയാളെ ദേഹത്ത് കയറ്റിയ അത് വേണ്ട. ഇവരെന്നെ എന്റെ മേക്കത്ത് കയറ്റുന്ന വാദ്യം കൂടി കേട്ടണ്ട. നിനക്കിട്ട് ഇയാളെ 2 അടി അടിക്കണ്ടേ? അതിനുള്ളതല്ലേ. എന്നാ വൈകുന്നേരം നമുക്ക് 2 അടിക്കാം. ഓക്കെ, സെറ്റായി. ഓം സാഹ. ഇന്ന് എന്റെ മേത്ത് ഞാൻ ബാധയെ കയറ്റുകയാണ്. നീ പ്രാർത്ഥിച്ചു നിന്നോളാം. എന്റെ ദേഹത്ത് സ്പർശിച്ചോളൂ. നിനക്കാ ബാധ എനക്കാ ബാധ. ഞാനൊരു ഓളത്തിന്. എന്താ നിന്റെ പേര്? എന്റെ പേര് പറഞ്ഞല്ലോ. രാമു. എവിടെയോ കേട്ടിട്ടില്ല. രാമു നിന്റെ അച്ഛൻ. അച്ഛന്റെ അച്ഛന്റെ സ്വഭാവം ഇങ്ങനെയല്ലല്ല മോളെ. രാമു അല്ലല്ലോ, രുദ്രനല്ലേ? രാമു അല്ലേ നല്ലേ? രുദ്രൻ മതി. പേര് മാറിപ്പോയി, രുദ്രൻ. ഞാൻ പറഞ്ഞ ആള് മാറിയെന്ന് സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നിനക്കെന്ത് വേണം? എനിക്ക് പ്രതികാരം ചെയ്യണം. ആരോട്? എന്നെ ഇവിടെ അടിച്ച് കെട്ടി തൂക്കിയ ദിവാകരൻ SIയോട്. ദിവാകരൻ SI ഇവിടുത്തെ സ്ഥലം മാറിപ്പോയി. ആ സീറ്റിൽ ഇപ്പൊ ഇയാളാണ് ഇരിക്കുന്നത്. അത് മതി, ഏത് SI ആയാലും മതി. എനിക്ക് അടിക്കണം. സാർ, ബാധയ്ക്ക് 2 അടി SIനെ അടിക്കണമെന്ന്. ഒഴിഞ്ഞു പോയിക്കൊള്ളാന്ന്. ഇവിടെ പോലീസിന് അടിച്ച കേസാണ്. ബാധയ്ക്ക് എന്ത് കേസ്? അതെ, ഇപ്പൊ ആവശ്യക്കാര് നമ്മളുടെയാ. അപ്പൊ നിങ്ങൾ ഒന്ന് സഹകരിക്കണം പ്ലീസ്. 2 അടി. പ്രതികാരം വീട്ടിക്കോളൂ. ചെല്ലൂ. തുടങ്ങട്ടെ. തുടങ്ങി. അറഞ്ചം പുറഞ്ചം അടിച്ചോ. ഒറ്റൊന്നും കൂടി. തീർന്നില്ലേ? സ്വാമി, അതിനെങ്കിലും ഒന്ന് ഒഴിവാക്ക്. നമ്മളൊന്ന് രക്ഷിക്കേ. ഭസ്മം നിന്റെ മുഖത്തേക്ക് നീ അന്നേരം ബോധം കെട്ടു. ചെറുകിലൊന്ന് മാറി വിസ തട്ടിപ്പിൽ ഒളിവി കഴിയുന്ന പ്രതിയാന്ന് ആ മണ്ടം പോലീസുകാർ അറിയില്ല. അവരോട് ഞാൻ ഇപ്പം പറഞ്ഞു കൊടുക്കൂ. എല്ലാം 25,000 രൂപ പകുതി എനിക്ക് തന്നോ. പകുതി തരാടാ. ഞങ്ങളെല്ലാം കേട്ട്. എന്താ വിചാരിച്ചിരിക്കണേ? പോലീസുകാർ മണ്ടന്മാരുന്നോ? എന്നോട് ക്ഷമിക്കണോ? ക്ഷമയൊന്നും നീ പറയണ്ട. നമുക്ക് നന്ദി മാത്രം എന്നോട് പറയണം. ഈ പിടികിട്ടാ പുള്ളി നീ കാണിച്ചു തന്നില്ലേ? എന്തായാലും ഇവൻ ആദ്യം പറഞ്ഞ ശരിയാ. ഇവിടെ മൊത്തത്തിലൊരു മാറ്റം വന്നു. ഇനി ട്രാൻസ്ഫർ, പ്രൊമോഷൻ അതിനൊക്കെ പടപടേന്ന് നടക്കും അല്ലേ? അപ്പൊ നമ്മളെ കാര്യോ? നിങ്ങൾക്കും മാറ്റമുണ്ട്. നിങ്ങൾ ഇവിടുന്ന് നേരെ സെൻട്രൽ ജയിലിലേക്ക്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. സമയം കഴിഞ്ഞു. കാര്യം നമ്മൾ സ്കിറ്റ് കേട്ട് ചിരിച്ച് ഒരുപാട് അതിനെ പറ്റി പറഞ്ഞുകൊണ്ട് 1 ഇഞ്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമില്ല. ഒരു സമയമില്ല. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങണം. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ നന്നായി വാ. അപ്പൊ നിങ്ങളും നന്നായിട്ട് ഉറങ്ങ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.